السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അർ-റഹ്മാൻ അതിൻ്റെ തഫ്സീറാണ് നമ്മൾ ബുധനാഴ്ചകളിൽ ഇപ്പോൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു: റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. അല്ലാഹു രണ്ട് മശ്രിഖിന്റെയും രണ്ട് മഗ്രിബിന്റെയും റബ്ബാണ്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം, ഉദിക്കുന്ന സ്ഥലം. മഗ്രിബ് എന്നാൽ അസ്തമിക്കുന്ന സ്ഥലം, അസ്തമിക്കുന്ന സമയം എന്നർത്ഥത്തിലാണ് മഗ്രിബ് എന്ന് നമ്മൾ ഈ പുനസ്കരിച്ച സംസ്കാരത്തെ പറയുന്നു. രണ്ട് മശ്രിഖിന്റെയും രണ്ട് മഗ്രിബിന്റെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. രണ്ട് ഉദയസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഉദയസ്ഥാനങ്ങൾ അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ്. പ്രത്യേകിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചതുപോലെ മശ്രിഖുൻ ഫിസ്സൈഫ് വ മശ്രിഖുൻ ഫിശ്ശിതാ. തണുപ്പുകാലത്തുള്ള ഒരു മശ്രിഖ്, ശൈത്യകാലത്തെ ഒരു ഉദയസ്ഥാനം. അതുപോലെ മശ്രിഖുൻ ഫിസ്സൈഫ്, ചൂടുകാലത്തെ ഉദിക്കുന്ന സ്ഥലം, ഉഷ്ണകാലത്തുള്ള ഉദയസ്ഥാനം. ഇതിന്റെ രണ്ടിന്റെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ എന്തിന്റെയൊക്കെ മുകളിൽ ഉദിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം റബ്ബാണ്. സൂര്യൻ മാത്രമല്ല, നെയ്യറത്തായ പ്രകാശം ഉള്ള തിളങ്ങുന്ന ഏതേത് നക്ഷത്രങ്ങളുണ്ടോ അതെല്ലാം ഏതിൻ്റെയൊക്കെ മുകളിലാണ് ഉദിക്കുന്നത് അതിൻ്റെ എല്ലാം റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ ഏതിൻ്റെയൊക്കെ മുകളിലാണോ അത് അസ്തമിക്കുന്നത് അതിൻ്റെയും റബ്ബാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. മാത്രമല്ല, സൂര്യൻ ഉദിക്കുക, അസ്തമിക്കുക, അതിന്റെ സ്ഥാനത്തിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും വ്യത്യാസമുണ്ടാവുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർക്കും ജിന്നുകൾക്കും വലിയ നിഅമത്താണ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, ഒരുപാട് ഉപകാരങ്ങളാണ്. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയോജനങ്ങളാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും ഇത് മുഖേന ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു: റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി ആലാഇ, അപ്പോൾ ഏത് അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ്? റബ്ബികുമാ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും, അഥവാ മനുഷ്യരെ ജിന്നുകളെ, നിങ്ങളിൽ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതിക്കൊടുത്തപ്പോൾ അവർ പ്രതികരിച്ചു: ബല, ഇല്ല റബ്ബേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബ്. റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നുപോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് സഹാബത്തിന് മുഴുവനായി ഓതിക്കേൾപ്പിക്കുകയും
അവരത് കേട്ട് മിണ്ടാതിരിക്കുകയും ചെയ്തപ്പോൾ നബി പറഞ്ഞു, നിങ്ങളെക്കാൾ നന്നായി ജിന്നുകൾ ഇതിനോട് പ്രതികരിച്ചു എന്ന്. അള്ളാഹുവിന്റെ ഏത് നിഅമത്തിനെയാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ നിഅമത്തുകൾ അതുമാത്രമാണ് എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. മുന്നോട്ടും പിന്നോട്ടും ഇടത്തും വലത്തും മുകളിലും താഴെയും നമ്മിലേക്ക് തന്നെയും എല്ലാം നോക്കിയാൽ തൊടാനും കാണാനും കേൾക്കാനും സാധിക്കുന്ന നിഅമത്തുകൾക്കും അപ്പുറം ഒരുപാട് ഒരുപാട് നിഅമത്തുകൾക്ക് ഉള്ളിലാണ് നാം ജീവിക്കുന്നത്. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. അല്ലാഹു പറഞ്ഞു, അവൻ നിങ്ങളെ അവന്റെ നിഅമത്തുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ളാഹിറതൻ വബാത്തിന, പ്രത്യക്ഷമായി കാണാവുന്നതും ഉള്ളിലുള്ളതുമായ കാണാത്തതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ. وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. അല്ലാഹു പറഞ്ഞു, وإن تعدوا نعمة الله, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ لا تحصوها, അത് എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. إن الإنسان لظلوم كفار, തീർച്ചയായും മനുഷ്യൻ അവൻ വലിയ അക്രമിയും നന്ദി കെട്ടവനും തന്നെയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ തന്നെ അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, പണത്തോടുള്ള അവന്റെ പ്രിയം അത് കടുപ്പമുള്ളതൊന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈനി, അള്ളാഹു രണ്ട് ഉദയസ്ഥാനത്തിന്റെയും രണ്ട് അസ്തമയ സ്ഥാനത്തിന്റെയും റബ്ബാണ്. എത്ര വലിയ നിഅമത്താണ് ഈ സൂര്യൻ നമുക്കുമേൽ ഉദിക്കുന്നതും പിന്നീട് അത് അസ്തമിക്കുന്നതും. അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മെ മൂടിയിട്ടുള്ള ഈ രാത്രി. ഇതെങ്ങാനും സ്ഥിരമായി ഇങ്ങനെ തന്നെ ആകാൻ അള്ളാഹു തീരുമാനിച്ചാൽ നമുക്ക് ഏത് ഇലാഹാണുള്ളത്? ഇതൊന്ന് നീക്കി പകലൊന്ന് കൊണ്ടുവന്ന് തരാൻ, വെളിച്ചമൊന്ന് കാണിച്ചു തരാൻ, പ്രകാശമൊന്ന് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ കാലത്തും പകലാക്കാൻ തീരുമാനിച്ചാൽ നമുക്കുറങ്ങാനും നമുക്ക് വിശ്രമിക്കാനും നമുക്കൊന്ന് റാഹത്ത് നേടാനുമുള്ള ഈ രാത്രി, ഭൂമിയെ ഒന്നാകെ മൂടുന്ന പിന്നീട് ഇരുട്ട് കണക്കുന്ന ഈ രാത്രി കൊണ്ടുവന്ന് തരാൻ ഏത് ഇലാഹാണ് നമുക്കുള്ളത്? അല്ലാഹു അല്ലാതെ ഒരാളുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നു മാത്രം. അള്ളാഹുവിന്റെ അനവധി നിരവധി നിഅമത്തുകളിൽ ഒന്നു മാത്രം. എന്നാൽ ഇത് മാത്രമാണോ അള്ളാഹുവിന്റെ നിഅമത്ത്? അല്ല, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചു, നമ്മെ സൃഷ്ടിച്ചു. അവനല്ലാതെ ആർക്ക് നമ്മെ സൃഷ്ടിക്കാൻ കഴിയും? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി. ഇതാണ് അള്ളാഹുവിന്റെ പടപ്പ്. നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, അവനല്ലാത്ത ആരെങ്കിലും വല്ലതും പടച്ചത്? അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ നമുക്ക് റിസ്ക് നൽകി. ഉമ്മയുടെ വയറ്റിലായിരിക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചു. എന്നിട്ട് ഈ ഭൂമിയിലേക്ക് റബ്ബ് നമ്മെ കൊണ്ടുവന്നു. ഒന്നും അറിയാത്തവരായി നാം ഇവിടെ കഴിയുകയായിരുന്നു. അള്ളാഹു നമുക്ക് കണ്ണും കാതും കൽബുമെല്ലാം തന്നു. നമ്മെ സംസാരിക്കാൻ പഠിപ്പിച്ചു, നമ്മെ നടക്കാൻ പഠിപ്പിച്ചു. റബ്ബ് നമുക്ക് കാഴ്ച നൽകി, അവൻ നമുക്ക് കേൾവി നൽകി, അവൻ നമുക്ക് ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. നമ്മെ സ്നേഹിക്കാനും പരിലാളിക്കാനും നമുക്ക് സുരക്ഷയൊരുക്കാനുമുള്ള ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുണ്ടായി. അവൻ നമുക്ക് ഭക്ഷണം നൽകി. അതിൽ കടിച്ചു കഴിക്കാനുള്ളതുണ്ട്, അതിൽ കുടിക്കാനുള്ളതുണ്ട്, ദാഹമകറ്റാനുള്ളതുണ്ട്, വിശപ്പടക്കാനുള്ളതുണ്ട്.
അവൻ നമുക്ക് ഈ ഭൂമി സൗകര്യപ്പെടുത്തി ആകാശത്തെ മേൽക്കൂരയാക്കി. അവൻ കാറ്റുകളെ കൊണ്ട് നമുക്ക് നേരെ കാറ്റുകൾ, നല്ല കാറ്റ് അല്ലാഹു നമുക്ക് നൽകി, മഴ നൽകി. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകി. ഏറ്റവും വലിയ നിഅമ അല്ലാഹു നമുക്ക് ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകി. എങ്ങോട്ട് നോക്കിയാലും സഹോദരങ്ങളെ റബ്ബിന്റെ നിഅമത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവൻ നമ്മിലേക്ക് റസൂലുകൾ അയക്കുകയും കിതാബ് നമുക്ക് അവതരിപ്പിച്ചു തരികയും ചെയ്തു. പരലോകത്ത് സ്വർഗവും നരകവും ഉണ്ടെന്നും സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. നരകമുണ്ടെന്ന് താക്കീത് നൽകുകയും അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു നമ്മെ ആ സമയത്ത് തന്നെ ശിക്ഷിക്കുന്നില്ല, മറിച്ച് അവൻ സമയം നീട്ടിത്തരുന്നു. പാപങ്ങൾ ആളുകളുടെ മുൻപാകെ കാട്ടി അവൻ നമ്മെ വഷളാക്കുന്നില്ല, മറിച്ച് അവനത് മറച്ചുവെച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യുകയും എന്നിട്ട് തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും നമ്മെ ക്ഷണിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പാപിയായ മനുഷ്യൻ അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ ആരാണ് അവന് തൗബ ചെയ്യാൻ തൗഫീഖ് കൊടുത്തത്? അള്ളാഹു തന്നെ. തൗബ അവൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പഠിപ്പിച്ചതാര്? റബ്ബ് തന്നെ. അവന്റെ റസൂലുകളിലൂടെ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹിം അവൻ നമ്മെ അത് പഠിപ്പിച്ചു. തൗബ ചെയ്യാൻ നമുക്ക് തോന്നിപ്പിച്ചു. പാപങ്ങളിൽ നിന്ന് നമുക്ക് അതിനോട് മടുപ്പും അത് ചെയ്തതിനു ശേഷം ഖേദവും അള്ളാഹു ഖൽബിലിട്ടു തന്നു. എന്നിട്ട് തൗബയുടെ വാചകങ്ങൾ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് അവനോട് തേടേണ്ടത്? അവനാകട്ടെ തൗബ ഏറെ സ്വീകരിക്കുന്നവനാണ് നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് നാം തൗബ ചെയ്താൽ അവൻ സന്തോഷിക്കുന്നു. അല്ലാഹു അഫറഹു മിൻ തൗബതി അഹദികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തന്റെ ഒട്ടകത്തെയും തന്റെ യാത്രാ വിഭവങ്ങളെയും എല്ലാം മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരാൾ, എന്നിട്ട് ഒരു മരത്തണലിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അതാ മുന്നിൽ നഷ്ടപ്പെട്ട ഒട്ടകവും അതിന്റെ മുകളിലുള്ളതെല്ലാം തിരിച്ചു കിട്ടി. അങ്ങനെയുള്ള ഒരാൾക്ക് എത്ര സന്തോഷം അയാളുടെ ഹൃദയത്തിൽ തോന്നും. അതിനേക്കാൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തൗബയിൽ സന്തോഷിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അവൻ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഓരോ രാത്രിയിലും ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മയ്യദ്ഊനി ഫഅസ്തജീബ ലഹു വമയസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു വമയസ്അലുനി ഫഅഅതിയഹു. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവൻ ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകുന്നു. ചെറിയ അമൽ, നിസാരമായ അമൽ, അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നു. ഒരു സഹാബി പറഞ്ഞതുപോലെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് ഒന്ന് വൈകി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലിരുന്നു. അപ്പോൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു മുസ്ലിമാണോ 2 റക്അത്ത് നിസ്കരിക്കുന്നത്, എങ്ങനെ നിസ്കരിക്കുന്നു? മുഖ്ബിലൻ അലൈഹി ഫീഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 2 റക്അത്തിലും തന്റെ ഹൃദയവും ശരീരവും കൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവനാണ്. ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും സാന്നിധ്യം ഒരുപോലെ ആക്കിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ഈ സഹാബി ഇത് കേട്ടിട്ട് പറഞ്ഞു, മാ അജ്വദ ഹാദാ, സുബ്ഹാനല്ലാഹ്, ഇത് എത്ര നല്ല കാര്യമാണ്. അപ്പോൾ അത് മുന്നിലിരിക്കുന്ന ഒരാൾ പറയുന്നു, വല്ലദീ ഖബ്ലഹു അജ്വദു മിൻഹു ഔ അഹ്സനു മിൻഹു, ഇതിനു മുമ്പേ പറഞ്ഞത് ഇതിനേക്കാൾ നല്ലതാണ്. ഈ സഹാബി പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ ധാരാണ് അത് ഉമറാണ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ പറഞ്ഞു, എന്താണ് ഇതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഏതൊരു മുസ്ലിമാണോ വുദു ചെയ്തത്, നല്ല വുദു, യഥാർത്ഥ വുദു ചെയ്തത്, എന്നിട്ട് അവൻ ദുആ ചെയ്തത്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാരെങ്കിലും ദുആ ചെയ്താൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8, അവനു വേണ്ടി സ്വർഗത്തിലെ 8 വാതിലുകളും തുറക്കപ്പെടും.
വുദൂ ചെയ്ത് ഈ ദുആ പറഞ്ഞാൽ ചില റിവായത്തുകളിൽ ഇതിന്റെ കൂടെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നും കാണാം. നോക്കണം, ഈ സഹാബി വന്ന് കേൾക്കുന്ന എന്താണ്? 2 റക്അത്ത് നിസ്കരിച്ച ആൾക്ക് സ്വർഗമുണ്ടെന്ന പ്രതിഫലം. ഇത് എത്ര നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ പറയുകയാണ് എന്ത്? അല്ല, ഇതിന് മുമ്പ് പറഞ്ഞത് ഇതിനേക്കാൾ നല്ലതാണ്. എന്താണത്? വുദൂ ചെയ്യുകയും എന്നിട്ട് ഈ മഹത്തായ പ്രാർത്ഥന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത് അവനു വേണ്ടി സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടും. നോക്കൂ, ചെറിയ അമലിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഈ ദുനിയാവിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുവൻ സുജൂദിൽ കിടന്നു എങ്കിൽ പോലും സ്വർഗം അതിന് പകരമാവുകയില്ല. സ്വർഗം അതിനേക്കാൾ വലുതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട്, അവന്റെ ഔദാര്യത്താൽ നമ്മുടെ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ, ഒരു നന്മ പ്രവർത്തിച്ചാൽ അവന് 10 പ്രതിഫലമുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന് അതുപോലെയുള്ളതല്ലാതെ അതിന് ജസാ നൽകപ്പെടുകയില്ല. തിന്മക്ക് 1 മാത്രമേ അത് രേഖപ്പെടുത്തുകയുള്ളൂ. അത് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കാതെ പുറത്തു കൊടുക്കും. പാപമോചനമില്ലാതെ തന്നെ അള്ളാഹു ചിലർക്ക് പുറത്തു കൊടുത്തേക്കും. പാപമോചനം തേടിയാൽ ഖേദിച്ചു മടങ്ങിയാൽ അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെ. ഒരനീതിയും അക്രമവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. അള്ളാഹുവെങ്കിൽ ഒരു അണുമണി തൂക്കം പോലും നന്മ നഷ്ടപ്പെടുകയില്ല. നീ ചെയ്തത് അത് നീ കാണുക തന്നെ ചെയ്യും, അത് പാഴായി പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമിഅ എന്ന് പറഞ്ഞ ആയത്തിലുള്ളതുപോലെ എന്താണത്? ഫമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ശർറൻ യറ. ജാമിഅത്താണത് എന്ന് പറഞ്ഞാൽ അതിൽ ഇനിയൊന്നും ബാക്കിയില്ല. ഒരാണ് മണിത്തൂക്കം നന്മയാണോ നീ ചെയ്തത് അത് നീ കാണും, തിന്മയാണോ ചെയ്തത് അത് കാണും. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ നാം എണ്ണാൻ മെനക്കെട്ടാൽ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ നിഅമത്തുകൾ തിരിച്ചറിയുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുക. അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നതാണ്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈനി. അള്ളാഹു 2 മശ്രിഖിന്റെയും 2 മഗ്രിബിന്റെയും റബ്ബാകുന്നു. മശ്രിഖ് ഉദയസ്ഥാനം, മഗ്രിബ് അസ്തമയസ്ഥാനം. ഇത് ഉഷ്ണകാലത്തും അതുപോലെ ശൈത്യകാലത്തും വെവ്വേറെ ആയതുകൊണ്ട് ആണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിരിക്കുന്നു. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ 2 കൂട്ടരും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിഷേധിക്കുന്നത്? മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان. الله പറയുന്നു مرج البحرين يلتقيان. مرج അല്ലാഹു അയച്ചുവിട്ടിരിക്കുന്നു. മറജ എന്നാൽ അർസല, അഹ്മല എന്നൊക്കെ മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞത് കാണാം. അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അൽ ബഹ്റൈനി 2 ജലാശയങ്ങളെ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. യൽതഖിയാൻ, അത് പരസ്പരം കണ്ടുമുട്ടുന്നു, പരസ്പരം കൂട്ടിമുട്ടുന്നു. ഏതൊക്കെയാണ് ഈ 2 ജലാശയങ്ങൾ എന്ന് പറഞ്ഞത്? ഇത് അള്ളാഹു മറ്റു സൂറത്തുകളിൽ പറഞ്ഞതുപോലെ ഹാദാ മിൽഹുൻ ഉജാജ്, ഒന്ന് നല്ല ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. ഒന്ന് അദ്ബുൻ, വളരെ നല്ല വെള്ളമാണ്, ഏറ്റവും നല്ല വെള്ളം കുടിക്കാൻ സാധിക്കുന്നത്. എന്നാൽ വഹാദ മിൽഹുൻ ഉജാജ്, ഒന്ന് ഉപ്പേറിയതാണ്. ഉജാജ് തീരെ കുടിക്കാൻ സാധിക്കാത്ത, പ്രയാസം തോന്നുന്ന അരോചകമായ ഉപ്പുവെള്ളം. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമാ യസ്തവിൽ ബഹ്റാൻ, വമാ യസ്തവി അൽ ബഹ്റാൻ, 2 ജലാശയങ്ങൾ ഒരുപോലെയല്ല. ഹാദാ, ഒന്ന് ഇതാ അദ്ബുൻ, സ്വച്ഛമായ വെള്ളം. ഫുറാത്തുൻ,
നല്ല വെള്ളം കുടിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പാനീയം. ഛായഹു ഷറാബുഹു, അത് കുടിക്കാൻ സാധിക്കുന്നു. വഹാദ എന്നാൽ ഇത് മിൽഹുൻ ഉജാജ്, മിൽഹാൻ ഇത് ഉപ്പ് രുചിയുള്ളതാണ്. ഉജാജ് അഥവാ അരോചകമാണ്, കുടിക്കാൻ സാധിക്കാത്തതാണ്. ഇത് രണ്ടും ഈ സ്വഭാവം നൽകിയവൻ ആരാണ്? അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രണ്ടും വെള്ളം തന്നെ, രണ്ടും പരസ്പരം കൂട്ടിമുട്ടുന്നു. പക്ഷേ ഒന്ന് കുടിച്ചാൽ തൊണ്ട നനയുന്ന, ദാഹം മാറുന്ന, രുചിയേറിയ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. എന്നാൽ മറ്റൊന്ന് ഉപ്പുവെള്ളമാണ്. രണ്ടിന്റെ ഉപകാരങ്ങളാണ് രണ്ടുകൊണ്ടുമുള്ളത്. അള്ളാഹു പറയുന്നു വമിൻ കുല്ലിൻ, ഇത് രണ്ടിൽ നിന്നും തഅകുലൂന, നിങ്ങൾ കഴിക്കുന്നു, ലഹ്മൻ തറിയ, പുതുമാംസം, നല്ല പുതിയ മാംസം നിങ്ങൾ രണ്ടിൽ നിന്നും കഴിക്കുന്നു. അപ്പോൾ ഉപ്പുവെള്ളമുള്ള കടലിൽ നിന്നുള്ള മത്സ്യം അനുവദനീയമാണ്. അതുപോലെ കടലിൽ നിന്നുള്ള അല്ലാത്ത മത്സ്യവും അനുവദനീയമാണ്. പുഴയിൽ നിന്ന് പിടിക്കപ്പെടുന്ന മത്സ്യവും അനുവദനീയമാണ്. കാരണം അള്ളാഹു നിങ്ങൾ രണ്ടിൽ നിന്നും തിന്നുന്നു എന്ന് സൂറത്ത് ഫാത്തിറിലെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു. വമാ യസ്തവിൽ ബഹറാനി ഹാദാ അസ്ബുൻ ഫുറാത്തുൻ ശായിഉൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ് വമിൻ കുല്ലിൻ, രണ്ടിൽ നിന്നും തഅകുലൂന, നിങ്ങൾ കഴിക്കുന്നു, ലഹ്മൻ തറിയ, പുതുമാംസം, വതസ്തഖ്രിജൂന, നിങ്ങൾ പുറത്തെടുക്കുന്നു, ഹില്യതൻ, ആഭരണങ്ങൾ, തൽബസൂന, നിങ്ങൾ ധരിക്കുന്ന ആഭരണം, വതറൽ ഫുൽക, അതിൽ കപ്പലിനെ നീ കാണും, വതറൽ ഫുൽക ഫീഹി മവാഖിറ, കടൽ മുറിച്ച് കടന്നുപോകുന്ന, തിരമാലകളെ മുറിച്ച് കടന്നുപോകുന്ന വലിയ കപ്പലുകൾ, തബ്തഗു മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ, അതിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടാൻ, അഥവാ നിങ്ങളുടെ റിസ്ക് അന്വേഷിക്കാൻ, വലഅല്ലകും തഷ്കുറൂൻ, അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടി. അതുപോലെയാണ് ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് ഈ കാര്യങ്ങൾ. മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان. സൂറത്ത് ഫാത്തിറിൽ ഒരു ആയത്തിൽ പറഞ്ഞത് അള്ളാഹു ഇവിടെ ഈ ആയത്തുകളിലൂടെ പറഞ്ഞു. ഇടയിൽ അള്ളാഹു ചോദിച്ചു, എന്ത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര വലിയ അനുഗ്രഹമാണിത്. മറജൽ ബഹറൈനി, അള്ളാഹു അയച്ചുവിട്ടിരിക്കുന്നു രണ്ട് ജലാശയങ്ങളെ, വെള്ളം നിറഞ്ഞ രണ്ട് കടലിനെയും. ഒന്ന് ഉപ്പുള്ളതാണെങ്കിൽ ഒന്ന് ഉപ്പില്ലാത്തതാണ്. യൽതഖിയാൻ, രണ്ടും പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന് വേറെ സ്ഥലത്തും ഒന്ന് വേറെ സ്ഥലത്തുമല്ല. ഇത് അതിൽ പോയി ചേരുന്നു. എന്നാൽ ബൈനഹുമ, അതിന് രണ്ടിനും ഇടയിലുണ്ട് ബർസഖുൻ, ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, അത് വിട്ടുകടക്കുകയില്ല. എത്ര വലിയ അത്ഭുതമാണിത്. ഇത് രണ്ടും പരസ്പരം കൂട്ടിമുട്ടുന്നു. എന്നാൽ ഒന്ന് മറ്റൊന്നിൽ കയറി മറ്റതിന്റെ സ്വഭാവം ഇല്ലാതാക്കി കളയുന്നില്ല. ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറി ഈ നല്ല വെള്ളത്തെ നശിപ്പിച്ച് കളയുന്നില്ല. അവന്റെ ആയത്തുകളിലൊന്നാണിത്. ബൈനഹുമാ ബർസഖുൻ, അതിന് രണ്ടിനും ഇടയിൽ ബർസഖുണ്ട്, ഒരു മറയുണ്ട്. ബർസഖ് എന്നാൽ മറ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു തടസ്സമുണ്ട്. മരണപ്പെട്ടവരെ കുറിച്ച്, മരിച്ചു പോകുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താണ്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട്, ഒരു തടസ്സമുണ്ട്. ഇലാ യൗമി യുബഅസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരേക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖിനാണ്. അവർക്കും നമുക്കുമിടയിൽ ഒരു ബർസഖുണ്ട്. അവർ ദുനിയാവിലുമല്ല, എന്നാൽ പരിപൂർണമായി അവർ ആഖിറത്തിലേക്ക് എത്തിയിട്ടുമില്ല. മറിച്ച് ആഖിറത്തിലേക്കുള്ള മഞ്ചലുകളിൽ ഒന്നാമത്തെ മഞ്ചിലാണ് ഖബർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ഇറങ്ങാനുള്ള ഇടത്താവളങ്ങളിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളിൽ ഒന്നാമത്തത് ഖബറാണ്, ബർസഖാണ്. ആ ബർസഖിൽ എല്ലാവരും കഴിയും. ഖബറടക്കിയവരാകട്ടെ, കത്തിക്കപ്പെട്ട് ചാരമായവരാകട്ടെ, മത്സ്യം തിന്നവരാകട്ടെ, മൃഗങ്ങളുടെ വയറ്റിൽ അവർ ഭക്ഷിച്ച ആളുകളാകട്ടെ, എന്താകട്ടെ, മനുഷ്യൻ എന്തായാലും ശരി,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരും. അവരെല്ലാവർക്കും ബർസഖുണ്ട്. എല്ലാവർക്കും ഖബറിലെ പരീക്ഷണവും ഖബറിലെ നഈം ഇമ്മ നഈം ഔ ഇമ്മ അദാബ്, ഇമ്മ നഈം വ ഇമ്മ അദാബ്, ഒന്നുകിൽ സുഖങ്ങളുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട് ഖബറിൽ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഖബറടക്കിയ ആളുകളാകട്ടെ അല്ലെങ്കിൽ എന്തായാലും ശരി, ശരീരം എന്തായിപ്പോയാലും ബർസഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖബറിലെ ശിക്ഷയും രക്ഷയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ബർസഖ് എന്നാൽ തടസ്സം എന്നാണ് അർത്ഥം. ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കുകയില്ല. നല്ല വെള്ളമുള്ളത് ഉപ്പുവെള്ളമുള്ളതിലേക്കോ ഉപ്പുവെള്ളമുള്ളത് നല്ല വെള്ളമുള്ള ഇടത്തേക്കോ കയറി രണ്ടിന്റെയും സ്വഭാവ ഗുണങ്ങൾ നശിച്ചു പോവുകയില്ല. ഇത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ ആയത്തുകളിൽ ഒന്നാണ്. ഈ രണ്ട് വെള്ളവും യഥാർത്ഥത്തിൽ തഹൂറായ വെള്ളമാണ്. തഹൂറായ ശുദ്ധമായ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന വെള്ളമാണ് മഴവെള്ളം, അതുപോലെ കിണറുകളിലെ വെള്ളം, നദികളിലെ വെള്ളം, കടലിലെ വെള്ളവും. ഇതെല്ലാം ശുദ്ധമാണ്, ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് ശുദ്ധമുള്ളതെല്ലാം ശുദ്ധീകരിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഈ വെള്ളം ശുദ്ധവുമാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ അഥവാ നജസ് നീക്കാനും അതുപോലെ വുദു ചെയ്യുക, കുളിക്കുക പോലെയുള്ള കാര്യങ്ങൾക്കും ഇതുകൊണ്ട് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടലിലെ വെള്ളത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു വൽ ഹില്ലു മൈതതുഹു, ഹുവ തഹൂറു മാഉഹു വൽ ഹില്ലു മൈതതുഹു, അതിലെ വെള്ളം തഹൂറാണ്, അഥവാ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കും. കുളിയും വുദുവും ഒക്കെ അതുകൊണ്ട് ചെയ്താൽ അത് ശരിയാവും. അതുപോലെ വൽ ഹില്ലു മൈതതുഹു, അതിൽ ചത്തത് ഹലാലുമാണ്. നമ്മൾ കടലിൽ നിന്ന് മീൻ പിടിച്ചാൽ അതിന് ബിസ്മില്ലി അർക്കണമെന്നില്ല. അത് ചത്തുപോയാൽ അതിനെ കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണത്. അള്ളാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാണിത്. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അതിന് രണ്ടിനുമിടയിൽ ഒരു തടസ്സമുണ്ട്, അത് വിട്ടുകടക്കുകയില്ല, അതിർ ലംഘിക്കുകയില്ല. അള്ളാഹു ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ, റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ, നിങ്ങൾ നിഷേധിക്കുന്നത്? മഹത്തായ അനുഗ്രഹമാണിത്. അള്ളാഹു കടൽ ഏർപ്പെടുത്തിയെന്നതും അതല്ലാത്ത വെള്ളം ഏർപ്പെടുത്തിയെന്നതും. ഒന്നിൽ ഉപ്പുരസമാണുള്ളതെങ്കിൽ മറ്റേതിൽ നല്ല വെള്ളമാണ്. എന്നാൽ രണ്ടുകൊണ്ടും മനുഷ്യർക്ക് മഹത്തായ ഉപകാരങ്ങളുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ അതിലൂടെ അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, യഖ്റുജു മിൻഹുമാ അൽ-ലുഅ്ലുഉ വൽ മർജാൻ, യഖ്റുജു മിൻഹുമാ അൽ-ലുഅ്ലുഉ വൽ മർജാൻ, യഖ്റുജു പുറത്തു വരുന്നു, മിൻഹുമ അതിൽ രണ്ടിൽ നിന്നും, അൽ-ലുഅ്ലുഉ വൽ മർജാൻ, ലുഅ്ലു എന്ന് പറഞ്ഞാൽ മുത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മർജാൻ അത് മറ്റൊരു ആഭരണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊന്നാണ്, പവിഴം എന്ന് പറയും. ഇത് രണ്ടും അതുപോലെ മറ്റുള്ള പലതും മനുഷ്യർ ഒരുപാട് കാലമായി ആഭരണമായി അലങ്കാരമായി ഉപയോഗിച്ചു വരുന്നതാണ്. മുത്ത് അതുപോലെ പവിഴം ഇതെല്ലാം മനുഷ്യർ ചരിത്രത്തിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആഭരണമായി അലങ്കാരമായി ഉപയോഗിച്ചു വരുന്നതാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് ഉപകാരങ്ങളുണ്ട്. അത് കച്ചവടം ചെയ്യലും അതുപോലെ അത് അണിയലും ഇങ്ങനെ പലവിധ ഉപകാരങ്ങൾ മനുഷ്യന് അതുകൊണ്ടുണ്ട്. യഖ്റുജു മിൻഹുമ അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തു വരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. എന്നാൽ മിൻഹുമ എന്ന് രണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ശേഷം മിൻഹുമ എന്ന് പറഞ്ഞാൽ അറബികൾ അത് വേറെ അർത്ഥത്തിലും കൂടി പ്രയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് മുത്തു പുറത്തേക്ക് വന്നാൽ തന്നെ മിൻഹുമ എന്ന് പറയാം. അത് അറബി ഭാഷയുടെ ശൈലിയാണ്, അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ചില മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞത് കാണാം. കാരണം മുത്തും പവിഴവും ഉപ്പുരസമുള്ള അഥവാ യഥാർത്ഥ കടലിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, നദികളിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞത് കാണാം, ചിലർ പറഞ്ഞത് കാണാം. പക്ഷെ വല്ലാഹു അലം
രണ്ടിൽ നിന്നും കിട്ടാറുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. കടലിൽ മാത്രമല്ല, ഉപ്പുരസമുള്ള കടലിൽ നിന്നും മാത്രമല്ല, അല്ലാത്തതിൽ നിന്നും ഇത് കിട്ടാറുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ പറയുന്നത്. വല്ലാഹു അലം. അല്ലാഹു പറയുന്നു യഖ്റുജു മിൻഹുമാ അൽ-ലുഅ്ലുഉ വൽ മർജാൻ. അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു അൽ-ലുഅ്ലുഉ വൽ മർജാൻ, മുത്തും പവിഴവും. എന്നാൽ ഇത് മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ നേരത്തെ റബ്ബ് പറഞ്ഞതുപോലെ ലഹ്മൻ തറിയ, നല്ല മാംസം കഴിക്കുന്നു, അഥവാ മത്സ്യം കഴിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സമൃദ്ധമായി കടലിൽ മത്സ്യങ്ങൾ വച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യർക്ക് റിസ്കായി നൽകിയിരിക്കുന്നു. എത്ര കാലമായി മനുഷ്യനത് കടലിൽ പോകുന്നു, മീൻ പിടിക്കുന്നു. ഒരുപാട് കാലമായി മനുഷ്യർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, തീർന്നു പോകുന്നില്ല. മാത്രമല്ല, കടലില്ലാത്ത പല പ്രദേശങ്ങളിലും ഇന്ന് സമൃദ്ധമായി മീൻ ലഭിക്കുന്ന ആളുകൾ അത്രയും അധികം പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നു. റിസ്ക് മനുഷ്യർ വർദ്ധിക്കുന്നതിന് കൂടുന്നതല്ലാതെ അത് കുറഞ്ഞു പോകുന്നത് നാം കാണുന്നില്ല. മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ട്, അവരുടെ തോന്നിവാസം കൊണ്ട് അള്ളാഹു നിഅമത്തുകൾ നമുക്ക് തടഞ്ഞേക്കും. എന്നാൽ അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹു എല്ലാവരുടെയും റിസ്ക് അത് ഏറ്റെടുത്തിരിക്കുന്നു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽ അഅലാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലഹു, അല്ലാഹുവിന്റേതാണ്, അവന്റേതാണ് അൽ ജവാരി. അൽ ജവാർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശം അസ്സുഫുൻ, കപ്പലുകൾ, സഫീനത്തുകൾ. അൽ ജവാർ അഥവാ അത് കടലിലൂടെ, കടൽ മുറിച്ച് തിരമാലകളെ ഭേദിച്ച് കടന്നുപോകുന്ന വാഹനങ്ങളാണ് കപ്പലുകൾ. അതുകൊണ്ടാണ് അതിന് അൽ ജവാർ എന്ന് പറയുന്നത്. വലഹുൽ ജവാർ അൽ മുൻശാഅത്ത്, നിർമ്മിക്കപ്പെട്ട കപ്പലുകൾ, ഉയർത്തപ്പെട്ട കപ്പലുകൾ. ഫിൽ ബഹരി, കടലിൽ. കൽ അഅലാം, അലം പോലെ ഉണ്ടത്, പർവ്വതങ്ങൾ പോലെ ഉണ്ടത് കാണാൻ. അള്ളാഹുവാണ് മനുഷ്യരെ ഇത് പഠിപ്പിച്ചത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യരുടെ പിതാവായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്താണിത് എന്ന് പറഞ്ഞാൽ നടപടിക്രമമാണിത്. നൂഹ് നബിയിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചതാണിത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ മനുഷ്യരുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന നബിയാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം പിന്നീട് വന്നവരൊക്കെ നൂഹ് നബിയുടെ സന്താന പരമ്പരയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടാറുള്ളത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരുടെ പിതാവ് എന്ന അർത്ഥത്തിൽ പറയുന്നത് അങ്ങനെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചതാണിത്, കപ്പലുകൾ നിർമ്മിക്കുക എന്നത്. വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ. അള്ളാഹു നൂഹിനോട് പറഞ്ഞു, വസ്നഇൽ ഫുൽക, താങ്കൾ കപ്പൽ നിർമ്മിക്കുക, ബിഅയുനിനാ വഹീനാ, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായിക്കൊണ്ട്, വവഹീനാ, നമ്മുടെ വഹി അനുസരിച്ചുകൊണ്ടും എന്ന് അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു. വഹമൽനാഹു അലാ ദാതി അൽവാഹി വദുസുർ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. സൂറത്തു അൽ ഖമറിൽ അല്ലാഹു പറഞ്ഞു, വഹമൽനാഹു, നാം അദ്ദേഹത്തെ സഞ്ചരിപ്പിച്ചു, അലാ ദാതി അൽവാഹിൻ വദുസുർ, ആണികളും പലകകളും കൊണ്ടുണ്ടാക്കിയ കപ്പലിന്മേൽ. തജ്രി ബിഅയുനിനാ, നമ്മുടെ കൺമുന്നിലായിക്കൊണ്ടത് സഞ്ചരിക്കുന്നു. ജസാഅൻ ലിമൻ കാന കുഫിർ, ജനങ്ങളൊക്കെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ആട്ടിപ്പുറത്താക്കുകയും ചെയ്ത നൂഹിന് നാം നൽകിയ പ്രതിഫലമാണത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അതിൽ രക്ഷപ്പെടുത്തി. ആ മഹാ പ്രളയത്തിന്റെ സമയത്ത്
മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ വെള്ളം വന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചവരെ ഒഴികെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്തവരെ ഒഴികെ ബാക്കി എല്ലാവരെയും അള്ളാഹു മുക്കി നശിപ്പിച്ച നാളിൽ അള്ളാഹു മുഅ്മിനുകളെ രക്ഷപ്പെടുത്തിയത് ഈ കപ്പലിലാണ്. അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിലാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത്. അന്നു മുതൽ മനുഷ്യരിത് നിർമ്മിച്ചു വരുന്നു. അത് പർവ്വതങ്ങൾ കണക്കെ കടലിലൂടെ സഞ്ചരിക്കുന്നു. ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ട് മനുഷ്യർക്കുണ്ട്. നോക്കൂ, അള്ളാഹു സഞ്ചാരം എളുപ്പമാക്കി എന്നത്, യാത്ര എളുപ്പമാക്കി എന്നത് അള്ളാഹു വലിയ നിഅമത്തായി എടുത്തു പറഞ്ഞത് കാണാം പരിശുദ്ധ ഖുർആനിൽ. സബ എന്ന് പറയുന്ന നാട്ടുകാരെ കുറിച്ച് പറഞ്ഞതുപോലെ وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. നാം അവർക്കും നാം ബറക്കത്ത് നൽകിയ നാടിനുമിടയിൽ, അഥവാ യമനിലെ സബ എന്ന നാടിനും ഷാമിനുമിടയിൽ, ഷാമാണ് അള്ളാഹു ബറക്കത്ത് നൽകിയ നാട്, യമനിലെ നാടായിരുന്നു സബ. ആ സബയിനും ആ സബ ഗോത്രക്കാർക്കും അതുപോലെ ഷാമിനുമിടയിൽ നാം ഒരുപാട് പട്ടണങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് യാത്ര എളുപ്പമായി. വിദൂരമായ ഒരു സ്ഥലത്തേക്ക് എത്തണം. ഇടയിൽ പൂർണ്ണമായ മരുഭൂമിയാണെങ്കിലോ യാത്ര പ്രയാസമായിരിക്കും. ഇടയിൽ തങ്ങാനോ വല്ലതും വാങ്ങാനോ വിശ്രമിക്കാനോ ഒന്നും സാധിക്കാതെ വരും. അങ്ങനെയില്ല, അള്ളാഹു അവർക്ക് യാത്രയിലുടനീളെ മറ്റുള്ള പട്ടണങ്ങൾ ഏർപ്പെടുത്തി. ഖദ്ദർനാ ഫീഹ അസ്സൈർ, നാം അവർക്ക് യാത്ര കണക്കാക്കി യാത്ര സൗകര്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറയുന്നു സീറു ഫീഹ, നിങ്ങൾ യാത്ര ചെയ്തോളൂ. ലയാലിയ വ അയ്യാമൻ ആമിനീൻ, രാത്രിയും പകലുമെല്ലാം നിർഭയരായി നിങ്ങൾ യാത്ര ചെയ്തോളൂ. അതുപോലെയാണ് ഖുറൈശികളോട് അള്ളാഹു പറഞ്ഞത്, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുത്തതിനാൽ, എന്താണ് സൗകര്യപ്പെടുത്തി കൊടുത്തത്? റിഹ്ല, യാത്രയാണ്. അശ്ശിതാഇ വസ്സൈഫ്, രാത്രിയിലും പകലിലുമെല്ലാം ഉള്ള, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും എല്ലാമുള്ള യാത്ര. കാരണം എന്താണ്? കഅബയുടെ സൂക്ഷിപ്പുകാരാണ്, കഅബയുടെ സംരക്ഷകരാണ് ഖുറൈശികൾ. ആ കഅബയെ നശിപ്പിക്കാൻ വന്നവരെ അള്ളാഹു നശിപ്പിച്ചു. അങ്ങനെയുള്ള ഷറഫ് കൊണ്ട്, നാട്ടുകാർക്കിടയിലുള്ള നല്ല പേരുകൊണ്ട് അവർക്ക് യാത്ര എളുപ്പമായി. വഴികൊള്ളക്കാരോ അതുപോലുള്ള തടസ്സങ്ങളോ അവർക്കുണ്ടായില്ല. അവരെല്ലാവരും ബഹുമാനിച്ചു. ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ഈ ബൈത്തിന്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യട്ടെ. അല്ലദീ അത്അമഹും ജൂഇ വഅമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നവർക്ക് നിർഭയത്വമേകിയ, വിശപ്പിൽ നിന്നവർക്ക് ആ വിശപ്പ് നീക്കി അവർക്ക് ഭക്ഷണമേകിയ അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യട്ടെ, അവനെ മാത്രം. നോക്കിവിടെ എല്ലാം അള്ളാഹു യാത്ര എളുപ്പമാക്കി എന്നത് നിഅമത്തായി എടുത്തു പറഞ്ഞ കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അന്നത്തെ യാത്ര നമ്മുടെ ഇന്നത്തെ യാത്രയെ തട്ടിച്ചു നോക്കിയാൽ ഒരുപാട് പ്രയാസമുള്ള യാത്രയാണ് അന്നത്തെ യാത്ര. അതിനെയാണ് അള്ളാഹു വലിയ നിഅമത്തായി എടുത്തു പറഞ്ഞതെങ്കിൽ, ശുക്ർ കാണിക്കണമെന്ന് എടുത്തു പറഞ്ഞതെങ്കിൽ നമ്മൾ എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, എത്ര അള്ളാഹുവിന് നാം ശുക്ർ കാണിക്കണം. കാരണം മനുഷ്യൻ യാത്ര ചെയ്യേണ്ടി വരുന്നവനാണ്. അവൻ പല സ്ഥലത്തേക്കും അവന് പോകേണ്ടി വരും. ആ യാത്ര എളുപ്പമാവുക, വലിയ ദൂരങ്ങൾ ചെറിയ സമയം കൊണ്ട് താണ്ടാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. അത് വലിയ നന്ദി നാം റബ്ബിന് കാണിക്കണം. അള്ളാഹുവിനോട് ആ നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ എടുത്തു പറഞ്ഞ നിഅമത്തുകളിൽ ഒന്നാണ് കപ്പൽ എന്ന അനുഗ്രഹം. അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, ഇൻഷാ അള്ളാഹ് നഷ്ടപ്പെടുകയുമില്ല. മറ്റെന്ത് സൗകര്യങ്ങൾ, വിമാനം പോലെയുള്ള ആകാശത്തുകൂടെ പറക്കുന്ന സൗകര്യങ്ങൾ പോലെ ഉള്ളത് വന്നാലും കപ്പൽ പോലെ നിൽക്കുന്നു. അതിന്റെ ഉപകാരം അതിൻ്റെത് തന്നെയാണ്, അത് നീങ്ങിപ്പോയിട്ടില്ല. അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ ഏതേത് നിഅമത്തുകളും ഇൻഷാ അള്ളാഹ് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അത് പൂർണ്ണമായി ഇല്ലാതായി പോയിട്ടില്ല, അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, ഇൻഷാ അള്ളാഹ് നഷ്ടപ്പെടുകയില്ല. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅഅലാം. ഇനി അള്ളാഹു എടുത്തു പറയാത്ത നിഅമത്തുകളാകട്ടെ, അത് റബ്ബ് തന്നത് തന്നെയാണ്.
അല്ലാഹു പറഞ്ഞതുപോലെ വൽഖൈല വൽബിഗാല വൽഹിമാർ വൽഹമീറ ലിതർകബൂഹ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون കുതിരയും കോവർ കഴുതയും അതുപോലെ കഴുതയുമെല്ലാം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു വയഖ്ലുഖു മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്തതും അല്ലാഹു സൃഷ്ടിക്കും നിങ്ങൾക്കറിയാത്തതും അല്ലാഹു സൃഷ്ടിക്കും നമുക്കിന്നറിയുന്ന സൗകര്യങ്ങൾ ഇതിനേക്കാൾ അപ്പുറത്ത് നാളെ വന്നേക്കാം എല്ലാം അല്ലാഹുവിന്റെ നിഅമത്ത് എല്ലാം അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ട അവന്റെ അനുഗ്രഹങ്ങൾ മാത്രം വലഹുൽ ജവാരിൽ മുൻശാഅതു അവന്റേതാണ് വലിയ വലിയ നിർമ്മിക്കപ്പെട്ട കപ്പലുകൾ ഫിൽ ബഹരി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കൽ അലാം പർവ്വതങ്ങൾ പോലെയുള്ള കപ്പലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വലുപ്പത്തിൽ അത്രയുമുണ്ട് ഇത്രയും വലിപ്പമുള്ള ഭാരമുള്ള കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നു ആരാണ് അതിനെ സംരക്ഷിക്കുന്നത് ഹാഫിദുസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ സംരക്ഷിക്കുന്ന അല്ലാഹുവാണ് ഏതുപോലെ അവലം യറൂ ഇല ത്വയ്രി ഫൗഖഹും അവർ കണ്ടിട്ടില്ലേ അവർക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ സാഫാത്തിൻ വയഖ്ബിദ് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ അവർക്ക് മുകളിലൂടെ ചിറക് വിടർത്തിയും ചിറകൊതുക്കി പിടിച്ചും പറക്കുന്ന പറവകളെ പക്ഷികളെ അവർ നോക്കിയില്ലേ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ റഹ്മാൻ അല്ലാതെ അല്ലാഹു അല്ലാതെ മറ്റാരും അതിനെ പിടിച്ചു നിർത്തുന്നില്ല ആരാണ് അതിനെ വീഴാതെ പിടിച്ചു നിർത്തിയത് അല്ലാഹുവാണ് ആരാണ് ഇതിനെ മുങ്ങാതെ സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ് അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ മുക്കിക്കളയും അല്ല അവൻ തന്നെ പറഞ്ഞതുപോലെ അവനെ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ കടലിലേക്ക് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നാൽ വീണ്ടും നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാൻ റബ്ബിന് സാധിക്കും ഇനി കരയിൽ തന്നെയാണോ നിങ്ങളുള്ളത് ആരുടേതാണ് ആകാശവും ഭൂമിയും അല്ലാഹുവിൻ്റെതാണ് അവിടെയും നിങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ റബ്ബിന് സാധിക്കും അവന് അതിന് കഴിവില്ലാതില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇതുപോലുള്ള ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ദുആ ചെയ്തതുപോലെ ആകാശത്തു നിന്ന് നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹുവിന് സാധിക്കും ഭൂമിയിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കാൻ റബ്ബിന് സാധിക്കും അതുപോലെ നിങ്ങൾക്കിടയിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ നശിപ്പിക്കാൻ അല്ലാഹുവിന് സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെയും ഭൂമിയിലെയും ശിക്ഷയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു അഊദു ബിവജ്ഹിക് റബ്ബേ നിന്റെ വജ്ഹ് മുഖേന ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാൽ മനുഷ്യർക്കിടയിലുള്ള കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ അഹ്വൻ ഇത് നേരത്തെ പറഞ്ഞതിനെ വെച്ച് നോക്കിയാൽ നിസാരമാണ് അല്ലാഹുവിന്റെ അദാബ് നേരെ വരിക എന്നതിനെ വെച്ച് നോക്കിയാൽ നിസാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലാഹു എണ്ണി അനുഗ്രഹങ്ങൾ പറയുകയും ഇത് ചോദിക്കുകയും ചെയ്യുന്നു അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടതാകട്ടെ വളരെ എളുപ്പമുള്ള കാര്യമാണ് പരലോകത്ത് നരകാവകാശിയായ ഒരാൾ അല്ലാഹുവിനോട് മുഴുവൻ ഞാൻ നിനക്ക് പകരം നൽകാം ആകാശങ്ങളും ഭൂമിയിലും ഉള്ളതെല്ലാം എനിക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അവനോട് പറഞ്ഞു അല്ലാഹു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ എത്രയോ നിസാരമാണ് നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ എത്രയോ നിസാരമായ കാര്യമാണ് എന്താണത് തഅബുദൂനനി ലാ തുശ്രികു ബിഹി ശൈഅ നീ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അതായിരുന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമ്മുടെ സമ്പത്ത് ചോദിച്ചിട്ടില്ല അല്ലാഹു പറഞ്ഞു അവനെങ്ങാനും നിങ്ങളോട് അത് ചോദിച്ചിരുന്നുവെങ്കിൽ ഫയുഹ്തികും തബ്ഖലു നിങ്ങൾ പിശുക്ക് കാണിച്ചേനെ അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നേനെ സൂറത്ത് മുഹമ്മദിന്റെ അവസാന ഭാഗത്ത് കാണാം അവനെങ്ങാനും നിങ്ങളോട് നിങ്ങളുടെ സമ്പത്ത് ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുമായിരുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തു വരുമായിരുന്നു അള്ളാഹു ചോദിച്ചിട്ടില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നിസാരമായത് മാത്രമേ
ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതും അവന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് നാം എല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരാണ്. റബ്ബിന് ഒരാളെ കൊണ്ടും ഒരാവശ്യവുമില്ല. فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان. الله പറയുന്നു كل من عليها فان. كل من عليها, അതിന്റെ മുകളിലുള്ളതെല്ലാം, ഭൂമിക്ക് മേലുള്ളതെല്ലാം, ഈ ലോകത്തുള്ളതെല്ലാം ഫാനിൻ, അതെല്ലാം നശിക്കുന്നതാണ്. കുല്ലു മൻ അലൈഹ ഫാൻ, അതിനുമേലുള്ളതെല്ലാം ഫാനിൻ, നശിക്കുന്നതാണ്. ഫന എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ് അർത്ഥം. ഫന യഫ്നി. കുല്ലു മൻ അലൈഹ ഫാൻ, അതിനുമേലുള്ളതെല്ലാം നശിക്കും, അഥവാ ആകാശഭൂമികളിലുള്ളതെല്ലാം നശിച്ചു പോകും. എല്ലാവരും മരിക്കും, എല്ലാം നശിക്കും. വയബ്ഖാ, ബാക്കിയാകും. വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ വജ്ഹ് ബാക്കിയാകും. ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ റബ്ബിന്റെ വജ്ഹ് എങ്ങനെയുള്ളതാണ്? ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ളതാണ്. ദു എന്നത് ഒരു കാര്യമുണ്ട് എന്ന് അറിയിക്കാൻ ആണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ദുൽ ജമാൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള ആൾ, ദുൽ ജമാൽ, ദുൽമാൽ, സമ്പത്തുള്ള ആൾ. ദുൽ ജലാലി വൽ ഇക്റാം, ഈ ദുൽ ജലാലി വൽ ഇക്റാം എന്നത് റബ്ബിന്റെ വജ്ഹിനുള്ള വിശേഷണമാണ്. അള്ളാഹുവിന്റെ വജ്ഹ് എങ്ങനത്തെ വജ്ഹാണ്? ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ള വജ്ഹാണ്. ജലാൽ എന്നാൽ അങ്ങേയറ്റത്തെ മഹത്വം, ഇക്റാം എന്നാൽ അങ്ങേയറ്റത്തെ ആദരവ്. അങ്ങനെയുള്ള വജ്ഹാണ് റബ്ബിന്റെ വജ്ഹ്. നിന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം ബാക്കിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വജ്ഹുള്ളവനാണ്. ആ വജ്ഹുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകും, ബാക്കിയെല്ലാം നശിക്കും. അല്ലാഹുവിന്റെ വജ്ഹ് എന്നത് ഈ ആയത്തിൽ മാത്രമല്ല, ഒട്ടനവധി ആയത്തുകളിലൂടെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. അഹ്ലുസുന്ന അല്ലാഹുവിന് വജ്ഹുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹുവിന്റെ വജ്ഹിലേക്ക് മുഅ്മിനുകൾ ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ വെച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അവനവന്റെ വജ്ഹ് അത് മുഅ്മിനുകൾക്ക് കാണിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അവന്റെ വജ്ഹ് എന്നാൽ അവന്റെ ദാതിയായ സിഫത്താണ്, അവന്റെ വിശേഷണമാണത്. അവന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട വിശേഷണമുണ്ട്, അതല്ല, അവന്റെ ദാത്തുമായി ബന്ധപ്പെട്ട വിശേഷണമാണ്. അള്ളാഹുവിന് വജ്ഹുണ്ട്, അള്ളാഹുവിന് വജ്ഹുണ്ട്, ഒരു മുഖം അവനുണ്ട്. ആ മുഖം അത് ഏറ്റവും ഭംഗിയുള്ളതാണെന്നും അതൊരു പടപ്പിന്റേതുപോലെയല്ലെന്നും നാം ഉറച്ചു വിശ്വസിക്കുന്നു. വജ്ഹിനെ നിഷേധിക്കാൻ ഒരിക്കലും പാടില്ല. ആ നിഷേധം അത് ജഹ്മിയാക്കളുടെ രീതിയാണ്. ജഹ്മ ബിൻ സഫ്വാൻ എന്ന് പറയുന്നവൻ കൊണ്ടുവന്ന ആശയമാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുക എന്നത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും അവന്റെ പേരുകളെയും നിഷേധിക്കുക എന്നത് അവന്റെ സ്വഭാവമാണ്. അഹ്ലുസുന്നത്ത് അവരിലെ പണ്ഡിതന്മാർ 72 പിഴച്ച കക്ഷിയിൽ പോലും ഇവനെയും കൂട്ടരെയും പെടുത്തിയിട്ടില്ല എന്നാണ്. കാരണം ഇസ്ലാം തന്നെ പുറത്താണ് എന്നാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ, അവന്റെ പേരുകളെ നിഷേധിച്ചവർ. അതിന്റെ ബാക്കിയാണ് അള്ളാഹുവിന്റെ വജ്ഹിനെ നിഷേധിക്കുക. നമ്മുടെ നാട്ടിലുള്ള അശാരിയാക്കളാകട്ടെ, നമ്മുടെ നാട്ടിലെ ആളുകൾ ഞങ്ങൾ ഫിഖ്ഹിൽ ശാഫിഈ മദ്ഹബിലും അഖീദയിൽ അശഅരി മദ്ഹബിലുമാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. രണ്ടും തെറ്റാണ്. രണ്ട് അവകാശവാദങ്ങളും തെറ്റാണ്. രണ്ട് അവകാശവാദങ്ങളും അവർ പറയുന്നത് തെറ്റാണ്. അവർ ഇമാം ശാഫിഈയെ പിൻപറ്റുന്നില്ല. അബുൽ ഹസൻ അൽ അശഅരി എന്നവർ പറയുന്ന ഇമാമിനെയും യഥാർത്ഥത്തിൽ പിൻപറ്റുന്നില്ല. അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകതയാണ് ഫിഖ്ഹിലും
അതുപോലെ അഖീദയിലും അവരുടെ ഇമാമുമാർ ഒന്നാണ്. ഇമാം ഷാഫിഈ ഫിഖ്ഹിലും നമ്മുടെ ഇമാമാണ്, അഖീദയിലും നമ്മുടെ ഇമാമാണ്. ബാക്കി ഇമാമിങ്ങളും അവർ ഫിഖ്ഹിലും നമ്മുടെ ഇമാമിങ്ങളാണ്, അതുപോലെ അഖീദയിലും നമ്മുടെ ഇമാമിങ്ങളാണ്. നമുക്ക് ഫിഖ്ഹിൽ ഒരു ഇമാം, അഖീദക്ക് ഒരു ഇമാം, അങ്ങനെ ഇമാമില്ല. അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണത്. എന്നാൽ ഈ ഖൗമാകട്ടെ, ഇവർ ഫിഖ്ഹിൽ നമ്മൾ ഇന്ന മദ്ഹബിലാണെന്ന് പറയുകയും എന്നിട്ട് ഫിഖ്ഹിൽ അവരുടെ മദ്ഹബിൽ തന്നെ ഏറ്റവും പിൽക്കാലക്കാരായ ആളുകളുടെ കൗലുകൾ കാലകീലകൾ പിൻപറ്റുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആ മദ്ഹബിനെതിരായി വന്നാൽ അതിനെ തള്ളുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി എന്നിട്ട് മദ്ഹബിലെ കൗലെടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിനെതിരായി അബൂബക്കറിന്റെയും ഉമറിന്റെയും കൗല് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല. പിന്നല്ലേ ശേഷം വന്നവരുടെ കൗൽ? ഇമാമികൾ ആരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരുതി കൂട്ടി എതിർ പറഞ്ഞവരല്ല. എന്നാൽ മനുഷ്യരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം എല്ലാവരും കായിനം മൻ കാൻ, ആരായിരുന്നാലും യുസീബു വയുഖ്ത, അബദ്ധം സംഭവിക്കും, ശരി പറയും, അബദ്ധം സംഭവിക്കും. നമ്മുടെ മുൻഗാമികൾ അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകത അവർക്ക് അബദ്ധം സംഭവിക്കും, പക്ഷേ കസുറ ഫീഹിമുസ് സവാബ്, അവരിൽ ശരിയാണ് കൂടുതൽ, അവരിൽ ശരിയാണ് കൂടുതൽ. പിൽക്കാലത്തേക്ക് വരുന്നതിന് ആ ശരിയുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചേക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റാർക്കും അല്ലാഹു ഖതഇൽ നിന്ന് ഇസ്മത്ത് നൽകിയിട്ടില്ല, അബദ്ധത്തിൽ നിന്ന് സംരക്ഷണം നൽകിയിട്ടില്ല. ബാക്കിയുള്ളവർക്ക് അബദ്ധം സംഭവിക്കാം. അബദ്ധം കണ്ടാൽ നാം എന്തു ചെയ്യും? ആ ഇമാമിനോടുള്ള മഹബത്ത് കൊണ്ട് ഹക്കിനെ തള്ളിക്കളയുകയില്ല, ഹക്ക് നാം സ്വീകരിക്കും. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളിൽ ഒരാളെയും ആ ഖതഇന്റെ പേരിൽ, തെറ്റിന്റെ പേരിൽ നാം ചീത്ത വിളിക്കുകയില്ല. മറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അവരുടെ ഖത അത് അവർ മുജ്തഹിദുകളായ ഹക്ക് അന്വേഷിച്ച മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നതിനാൽ അവർക്ക് ആ തെറ്റിന് പ്രതിഫലമാണുള്ളത് എന്ന് നാം വിശ്വസിക്കും. ശരി പറ്റിയാൽ 2, തെറ്റായാൽ 1. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം ഒന്നുകിൽ ഒരു പ്രതിഫലം അല്ലെങ്കിൽ 2 പ്രതിഫലം. ഈ രണ്ടിനും ഇടയിലാണ് അവരുടെ കാര്യം. ഒന്നുകിൽ 2 പ്രതിഫലം അല്ലെങ്കിൽ ഒരു പ്രതിഫലം. അതുകൊണ്ട് നാം അവരെ ചീത്ത വിളിക്കുകയില്ല. പക്ഷെ ഒരിക്കലും അവരോടുള്ള മഹബത്ത് ഹക്ക് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് പ്രേരകമാവുകയില്ല. അപ്പൊ ഈ ആളുകൾ ചോദിക്കും, അപ്പൊ ഇമാം ഷാഫിഈയെക്കാളും വിവരമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പറയും ഒരിക്കലുമില്ല. പക്ഷേ ഇമാം ഷാഫിഈക്ക് കിട്ടാത്ത ഈ ഇൽം, അല്ലെങ്കിൽ ഇമാം ഷാഫിഈ അദ്ദേഹത്തിന് സംഭവിച്ച ഒരബദ്ധം, അത് അബദ്ധമാണെന്ന് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, നമ്മൾ കുഴിച്ചെടുത്തതുമല്ല. മറിച്ച് അതുപോലെയുള്ള ഇമാമിങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇമാമിങ്ങൾ വഴിക്ക് തന്നെയാണ് കിതാബും സുന്നത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു മുൻഗാമിയും പറയാത്ത ഒരു വാക്കും നാം പറയുകയില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം കൊടുത്ത വസിയത്തുകളിൽ നമുക്ക് കാണാം, ഇയ്യാക അൻ തഖൂല ബിഖൗലിൻ ലൈസ ലക ഇമാമുൻ ഫീഹി, നീ ഒരു ഖൗല് പറയുന്നത് സൂക്ഷിക്കുക, നിനക്കതിലൊരു ഇമാം, ഒരു സാബിഖ് ഇല്ലാതെ, നിനക്ക് മുമ്പേ ഒരാൾ പറയാത്ത ഒരു ഖൗല് നീ എന്ത് ചെയ്ത് ദീനിൽ പറയാൻ പാടില്ല. കാരണം ഈ ദീൻ നമുക്കാർക്കും ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ഈ 15-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വന്നു കിട്ടിയതല്ല. മറിച്ചത് നൂറ്റാണ്ടുകളായി നമ്മുടെ മുൻഗാമികൾ കൈമാറി തന്ന ദീനാണ്. അതുകൊണ്ട് ഒരാളും പറയാത്ത ഒരു ഖൗൽ പുതുതായി ദീനിൽ പറയാൻ നമുക്കൊരാൾക്കും പാടില്ല. നമുക്കൊരു സാബിഖ് ഉണ്ടായിരിക്കണം. ഖുർആനിനെയും സുന്നത്തിനെയും നമ്മുടെ വക വ്യാഖ്യാനം നൽകാൻ നമുക്കൊരിക്കലും പാടില്ല. എന്നാൽ അവരുടെ മൻഹജ്, മുൻഗാമികളുടെ മൻഹജ് നാം സ്വീകരിക്കുന്നു. അവർ മനസ്സിലാക്കിയതുപോലെയാണ് നാം ഖുർആൻ സുന്നത്തും മനസ്സിലാക്കുന്നത്. ഒരു സഹാബിമാരുടെ കൗലാണെങ്കിൽ കൂടി അവർ യോജിച്ച കൗലാണ് നാം സ്വീകരിക്കുക. അല്ലാതെ അവരുടെ ആർക്കെങ്കിലും ഒറ്റപ്പെട്ട വല്ല അഭിപ്രായമുണ്ടെങ്കിൽ അതല്ല നാം സ്വീകരിക്കുക. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ ഈ മദ്ഹബ് അവകാശപ്പെടുന്ന ആളുകൾ, അശാരിയാക്കൾ, അവർ അള്ളാഹുവിന്റെ ഇതുപോലുള്ള സിഫത്തുകളെ വ്യാഖ്യാനിച്ചു തള്ളിക്കളയും. അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ പടപ്പിനെ പോലെ ആയിപ്പോവില്ലേ, മനുഷ്യർക്കല്ലേ മുഖം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹു കേൾക്കൂലേ? കേൾക്കും. അള്ളാഹു കാണൂലേ? കാണും. നീ കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ? അപ്പൊ അതും അള്ളാഹുവിനെ നീ നിഷേധിക്കണ്ട ഈ പറഞ്ഞ വാദപ്രകാരമാണെങ്കിൽ.
നമുക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന് കാഴ്ചയുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അറിവുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന് അറിവുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയണ്ടേ? അതുപോലെ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ നമുക്ക് മുഖമുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. എന്നാൽ നമ്മുടെ മുഖം പോലെയല്ല അള്ളാഹുവിന്റെ മുഖം. അത് നാം വിശ്വസിക്കുകയും അതിനെ നിഷേധിക്കാതിരിക്കുകയും വേണം. ഇനി നോക്കൂ സഹോദരങ്ങളെ, പടപ്പുകളുടെ മുഖം തന്നെ എല്ലാവരുടേതും ഒരുപോലെയാണോ? അല്ല. മനുഷ്യന്റെ മുഖം പോലെയുള്ള മറ്റുള്ള ജന്തുക്കളുടെ മുഖം പോട്ടെ, മനുഷ്യരുടെ മുഖം ചിന്തിച്ചു നോക്കും. കോടാനുകോടി മനുഷ്യർ, ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് ആകെ 4-5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? 2 കണ്ണുകൾ, 1 മൂക്ക്, വായ, 2 ചുണ്ടുകൾ, നെറ്റി, ഇങ്ങനെ ഇത്ര വളരെ എണ്ണി പറയാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുഖം വേറെ വേറെയാണ്, കാണാൻ ഒരുപോലെയല്ല. ഒരു 4 സാധനം തന്ന് ഇത് 4 വ്യത്യസ്ത തർത്തീബിൽ വെക്കണം എന്ന് നമ്മോട് പറഞ്ഞാൽ എത്ര തവണ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും? 10 തവണ വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോ 1-2 ഒരുപോലെ ഇരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളുടെ എല്ലാവരുടെയും മുഖം വേറെ വേറെ ആക്കിയിരിക്കുന്നു. പടപ്പുകളുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോൾ അവന്റെ വജ്ഹ് പോലെ അവൻ ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്. അള്ളാഹുവിന്റെ വജ്ഹ് എന്നാൽ അവന്റെ ജലാലത്തിനും ആളമത്തിനും യോജിച്ച വജ്ഹ്. അത് ആ വജ്ഹുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകുന്നതാണ്, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഈ ഞായറാഴ്ച 40 ആ കിതാബിന്റെ ദർസ് ഉണ്ടായിരിക്കുന്നതല്ല, അടുത്ത ബുധനാഴ്ചയുടെ കാര്യം അറിയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.